5 പൈസ ചിലവില്ലാതെ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ഇതെങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വേസ്റ്റ് കവറുകളെല്ലാമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കവർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നീട് നമ്മൾ പേപ്പർ റോൾ എടുത്തിട്ടുണ്ട്, റൗണ്ട് ഷേപ്പിലുള്ള കാർഡ്ബോർഡ് പീസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൗണ്ട് ഷേപ്പിലുള്ള കാർഡ്ബോർഡ് പീസിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കവറിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പേപ്പർ റോളിലും നമുക്ക് ഈ കവർ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ആദ്യം നമ്മൾ പേപ്പർ റോള് അതിൽ വെച്ച് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്തു. പിന്നീട് നമ്മൾ അത് ഒട്ടിച്ചെടുത്തു. പിന്നീട് നമുക്ക് കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് വേണ്ടത്. ഇത് നമുക്ക് ഈ കവറിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഇതും നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോൺ ഷേപ്പിലാക്കി ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ഇവിടെയും ഇതിനുള്ളിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാർഡ്ബോർഡ് റോൾ ഇതിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതൊന്ന് ഒട്ടിക്കിട്ടുന്നത് വരെ കുറച്ച് സമയം നമ്മളൊന്ന് പിടിച്ചു കൊടുക്കണം. ഇനി നമ്മൾ കോൺ ഷേപ്പും അതിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുത്തു. വീണ്ടും നമ്മളിവിടെ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഈ ഒരു ഭാഗം നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളത് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇതുപോലെ 4 പീസുകൾ കട്ട് ചെയ്തെടുത്തു. നാല് പീസും ചേർത്ത് വെച്ച് നമ്മൾ പേപ്പർ ഫാനൊക്കെ മടക്കിയെടുക്കുന്നത് പോലെ മടക്കിയെടുത്തു. കെട്ടുകമ്പിയുടെ ചെറിയൊരു പീസ് വെച്ചാണ് നമ്മളത് കെട്ടിക്കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് വിടർത്തി കൊടുത്തതിന് ശേഷം അതിൽ വെച്ച് കൊടുത്തിട്ടുള്ള 4 ലെയറുകളും പൊക്കിയെടുക്കുമ്പോൾ നമുക്കതൊരു ഫ്ലവറായി കിട്ടും. ഇതുപോലെ തന്നെ വേറെ 2 പൂക്കൾ കൂടെ നമ്മൾ ചെയ്തെടുത്തു. ഇനി നമ്മൾ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇലകളും ചെയ്തെടുക്കുകയാണ്. ഇതുപോലെയാണ് നമുക്ക് ഇലകൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ച് ഇതുപോലെയാണ് ഇലകൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടെല്ലാം നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം. അതിന് മുൻപായിട്ട് ഇവിടെ നമ്മൾ ഈ ലേസ് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് ചുറ്റുമായിട്ട് ആദ്യം ഇലകൾ ഒട്ടിച്ചു കൊടുക്കാം. പാഴ്വസ്തുക്കളെല്ലാം വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇലകൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ആ ഫ്ലവറിന് താഴെ ഉണ്ടായിരുന്ന കമ്പി ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണേ. ഇതുപോലെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 3 പൂക്കളും നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. ഇപ്പം നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ഇതുപോലെ ഒരു ഐറ്റമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എങ്ങനെയുണ്ട് കാണാനായിട്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.